comparison test. In the last class we have discussed what is a sequence, what is limit of a sequence, and how to find limit using various techniques. Here we will discuss the comparison test. ഇതും സീക്വൻസിന്റെ ലിമിറ്റ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. Here you have two sequences, sequence AN and sequence BN. They are in such a way that mod BN is always less than or equal to mod AN, and limit of the sequence AN is 0. That is, limit n tending to infinity AN is 0, which will give you limit of BN also 0. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. AN-ഉം BN-ഉം രണ്ട് സീക്വൻസ് ഉണ്ട്. AN ആയിരിക്കും ബിഗ്ഗർ സീക്വൻസ് വിത്ത് റെസ്പെക്ട് ടു ദ മോഡ് വാല്യൂ അല്ലെ. മോഡ്ലെസ് വെച്ച് നോക്കുമ്പോൾ AN ആണ് വലിയ സീക്വൻസ്. ആ സീക്വൻസിന്റെ ലിമിറ്റ് തന്നെ 0 ആണ്. അപ്പൊ അതിനേക്കാൾ ചെറിയ സീക്വൻസ് BN-ന്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് AN ആസ് ദ സീക്വൻസ് 1/n ആൻഡ് BN ആസ് 1/2n, ഇതിന്റെ ടേംസ് ഒക്കെ എന്താ വരിക? ഫസ്റ്റ് ടേം A1 വിൽ ബി 1/1, ദാറ്റ് ഈസ് 1, and B1 will be 1/2. So here you have mod B1 less than or equal to mod A1. ശരിയല്ലേ? 1/2 less than or equal to 1. Now second term of the sequence is A2. That will be 1/2. But the second terms of the BN sequence is 1/4. Again you have this 1/4 less than or equal to 1/2. That means B2 less than or equal to mod A2. So this is true for every n. That means mod BN is always less than or equal to mod AN for all n. Now you see limit AN is 0. That we have already proved. Limit n tending to infinity AN. That is limit n tending to infinity 1/n. 1/n ന്റെ ലിമിറ്റ് 0 ആണ് നമ്മൾ ഇതിനു മുന്നേ പ്രൂവ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം BN-ന്റെ ലിമിറ്റ് എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. സോ 1/2n ന്റെ ലിമിറ്റ് 0 ആണ്. സിമിലർലി യു ക്യാൻ വെരിഫൈ സീക്വൻസ് 1/3n, സീക്വൻസ് 1/4n. ഇവരുടെ ഒക്കെ ലിമിറ്റ് എന്തായിരിക്കും? എല്ലാവരുടെയും ലിമിറ്റ് 0ലേക്കായിരിക്കും പോകുന്നത്. ക്ലിയർ? നൗ വി ക്യാൻ ഡു വൺ പ്രോബ്ലം. ഫൈൻഡ് ലിമിറ്റ് n tending to infinity sin n by n. sin n by n ന്റെ ലിമിറ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് BN എടുക്കാം. BN ഈക്വൽ ടു sin n by n. Now take modulus of BN. BN ന്റെ മോഡുലസ് വാല്യൂ എടുക്കാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് sin n by n. നമുക്കറിയാം സൈനിന്റെ sin x അല്ലെങ്കിൽ sin തീറ്റ ഇവരുടെയൊക്കെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1-ഉം മിനിമം വാല്യൂ -1 ആണ്. സോ മോഡുലസ് വാല്യൂ വിൽ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഒരിക്കലും സൈൻ തീറ്റയ്ക്ക് 1-നെ എക്സീഡ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നമുക്ക് എന്താ എഴുതാം? ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/mod n എന്ന് എഴുതാം. പക്ഷെ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വരുന്നതാണ്. സോ അതെന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 1/n. ക്ലിയർ? സോ മോഡ് BN ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n. ശരിയല്ലേ? അപ്പൊ ഇതിനെ ഞാൻ AN ആയിട്ട് എടുക്കട്ടെ. Then you have mod BN less than or equal to mod AN. mod AN എന്ന് പറഞ്ഞാൽ mod 1/n ആണ്. mod 1/n-ഉം 1/n ഒക്കെ സെയിം ആണ്, ബിക്കോസ് ആ വാല്യൂ പോസിറ്റീവ് ആണ്. പക്ഷെ AN 1/n എടുത്താൽ, ഇഫ് യു ആർ ചൂസിങ് AN as 1/n, what is limit of AN? or AN converges toward 0ലേക്കാണ് പോകുന്നത്. കാരണം 1/n ന്റെ ലിമിറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം BN-ഉം എവിടെ പോയേ പറ്റൂ? BN 0ലേക്ക് പോയേ പറ്റൂ. ദാറ്റ് മീൻസ് ലിമിറ്റ് ഓഫ് ദിസ് ഓൾസോ 0. ദാറ്റ് ഈസ് ലിമിറ്റ് n tending to infinity sin n by n equal to 0. So this is the importance of comparison test. We can actually compare the given sequence with another sequence whose limit is 0. ക്ലിയർ? അപ്പൊ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സീക്വൻസ് 0 ലിമിറ്റ് വരുന്ന വേറെ ഏതെങ്കിലും സീക്വൻസ് AN-നേക്കാളും ചെറുതാണോ എന്ന് നോക്കണം. ടേംസുകൾ മോഡ് BN ലെസ് ദാൻ ഈക്വൽ ടു മോഡ് AN ആയിരിക്കണം. AN-ന്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യണമെങ്കിൽ BN എവിടേക്കാണ് ടെൻഡ് ചെയ്യണത്? 0ലേക്കാണ് ടെൻഡ് ചെയ്യണത്. Now we can do the next problem, that is
limit n tending to infinity minus 1 raised to n plus n by n. ഇതിന് നമുക്ക് ആദ്യം കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മൈനസ് 1 റൈസ് ടു n ബൈ n പ്ലസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി n ബൈ n. ശരിയല്ലേ? ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മൈനസ് 1 റൈസ് ടു n ബൈ n പ്ലസ് n ബൈ n എന്താ? 1 ആണ്. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മൈനസ് 1 റൈസ് ടു n പ്ലസ് n ബൈ n ന്റെ ലിമിറ്റ് ആണ്. അതിനെ നമ്മൾ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മൈനസ് 1 റൈസ് ടു n ബൈ n പ്ലസ് 1 എഴുതി. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ടേമിന്റെ ലിമിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആ സീക്വൻസിനെ നമുക്ക് bn എടുക്കാം. സോ bn ഈസ് സീക്വൻസ് മൈനസ് 1 റൈസ് ടു n ബൈ n. ഇതിലത്തെ ടേംസ് എന്താ വരാന്ന് ആദ്യം റഫ് ആയിട്ട് എഴുതി നോക്കാം. b1 വിൽ ബി മൈനസ് 1 റൈസ് ടു 1 ബൈ 1. അത് എത്ര വരിക? മൈനസ് 1. b2 വിൽ ബി മൈനസ് 1 റൈസ് ടു 2 ബൈ 2. മൈനസ് 1 സ്ക്വയർ എത്ര? 1 ആണ്. സോ ദിസ് ഈസ് 1 ബൈ 2. സിമിലർലി b3 വിൽ ബി മൈനസ് 1 റൈസ് ടു 3 minus 1 raised to 3 by 3. That will give you minus 1 by 3. അടുത്തത് b4 എഴുതുമ്പോൾ എന്താ കിട്ടുക? മൈനസ് 1 raised to 4 കിട്ടും. ദാറ്റ് ഈസ് 1 by 4. അപ്പൊ സീക്വൻസ് ഏത് ഫോമിലാണ് ഉള്ളത്? മൈനസ് 1, 1 by 2, മൈനസ് 1 by 3, 1 by 4 ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ആണ്. പക്ഷെ അതൊന്നും നമുക്ക് അവിടെ വിഷയമല്ല. നമ്മൾ എന്താ ചെയ്യണത്? മോഡ് bn എടുക്കണം. അപ്പൊ മോഡ് bn വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക? ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ മോഡ്, ദാറ്റ് ഈസ് 1, അടുത്തത് 1 by 2, അടുത്ത 1 by 3, അടുത്ത 1 by 4. ശരിയല്ലേ? അപ്പൊ മോഡ് bn എടുക്കുമ്പോൾ ആ സീക്വൻസ് എന്താ കിട്ടുക? 1, 1 by 2, 1 by 3, 1 by 4. ശരിയല്ലേ? അപ്പോൾ ഇത് ഏത് സീക്വൻസ് തന്നെയാണ് ശരിക്കും? സീക്വൻസ് 1 by n ആണ്. സോ വി ക്യാൻ റൈറ്റ് ഹിയർ മോഡ് bn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by n and you can take that as an. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകാരം ഇയാളുടെ വാല്യൂ എവിടേക്കാണ് പോകുന്നത്? ഇയാളുടെ വാല്യൂ ഇവിടെ മോഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. കാരണം 1 by n ന്റെ മോഡ് അത് തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ മോഡ്ലെസ് വാല്യൂ കൊടുക്കാഞ്ഞത്. സോ ഇതിന്റെ ലിമിറ്റ് 0യിലേക്കാണ് പോകണമെങ്കിൽ bn ന്റെ ലിമിറ്റ് 0യിലേക്കാണ് പോകുന്നത്. സോ ദിസ് ഗോസ് ടു 0. Then by equation 1 you have this as 0 plus 1 and that will give you 1. So answer of this is 1. Clear? Now we can do one more problem. Limit n tending to infinity sin n the whole square divided by n plus 2. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് കാണുമ്പോൾ സൈനും അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പൊ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സൈൻ ന്റെ ഗ്രാഫ് വരയ്ക്കണം, ബൈ n plus 2 വരയ്ക്കണം. അല്ലെങ്കിൽ ലിമിറ്റിന്റെ ഡെഫിനേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇത് എപ്സിലോൺ ഡെഫിനേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് സൈനിന്റെയും കോസിന്റെ ഒക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. സോ bn നെ അഗൈൻ തന്നിരിക്കുന്ന സീക്വൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് sin n the whole square by n plus 2. Now what will be mod bn? Mod bn is mod of sin n the whole square by n plus 2. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സൈനിന്റെ വാല്യൂ, സൈൻ തീറ്റയുടെ വാല്യൂ, മോഡ് വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ സൈൻ n സ്ക്വയറിന്റെയും മോഡ് വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ ദിസ് വിൽ ഗീവ് യു 1 by mod n plus 2. പക്ഷെ നേരത്തെ പറഞ്ഞു n-ന് മോഡിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ n plus 2 മോഡിന്റെ ആവശ്യമില്ല. ദിസ് ഈസ് n plus 2. ഈ n plus 2 ആരെക്കാട്ടിലും ചെറുതാണ്? n plus 2 1 by n അല്ലേ? 1 by n plus 2 is less than 1 by n ആണ്. So again I am taking an as 1 by n. Then we have this result, mod bn less than or equal to mod an and the limit of an is 0. അല്ലേ? an എവിടേക്കാണ് പോകുന്നത്? 0യിലേക്ക്. Then by properties of comparison test or by comparison test
ബി എന്നിന്റെ ലിമിറ്റും 0 ആണ്. സോ ദിസ് വിൽ ഗീവ് യു 0. സോ ഇത്രയാണ് ഈ ക്ലാസ്സിലുള്ളൂ. കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് സീക്വൻസിന്റെ ലിമിറ്റ് കാണാനുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.